പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച മറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം മഹത്വം മഹത്വം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച, യേശുവിൻ്റെ രക്തത്താഴ്ച കർത്താവിന് മഹത്വം മഹത്വം മഹത്വം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാനായി ദൈവമായി കർത്താവ് അടിയനൊരുക്കി തന്ന നല്ല സമയത്തെ, നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ദൈവമക്കളെ, എനിക്ക് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് പലയിടങ്ങളിലും മഴയുടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ലൈവിൽ പലർക്കും വരാൻ കഴിയുകയില്ല എന്നത് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കടന്നു വരുവാനുള്ളവർ വരട്ടെ. അതിന് മുൻപായി നമുക്കൊരു പഴയ ഒരു ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്. ആകയാൽ ദൈവമക്കളെ, അതിനോട് ചേർന്ന് നമുക്ക് ഒരു പഴയ ഗാനത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആண்டവരൻ രക്ഷകനുമാകിയ இயேசு கிறிஸ்துவின் இணையற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். பிரியமானவர்களே, எத்தனை பேர் ஆயத்தமாய் இருக்கிறீர்கள்? அவருடைய எக்காலச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, ஆனபடினால் ஒவ்வொரு நிமிடமும் பரிசுத்தத்தோடு கூட தேவனை தொழுது கொள்ளும்படியாக அவருடைய சமூகத்தில் வருவோமோ, அர்ப்பணிப்போமோ. கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. உங்களுக்கு யாருக்கும் தெரிந்த ஒரு மலையாளம் பழைய ஒரு பாடல் ஒன்றை நான் பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை பாடி மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ட், ஹல்லேலூயா. ലോകം വെറുത്തവൻ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവൻ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യക്കാനായി ചേരും വരെ കാത്തിടണം. ഭാഗ്യക്കാനായി ചേരും വരെ കാത്തിടണം. യേശുയൻ പക്ഷമായി തീർന്നതിനാ എന്തോ ആനന്ദമേ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസം ഓതിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ട പരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ
പക്ഷമായി ചേർന്നതീനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന നീ കടശിച്ചരണം. എല്ലാവരും ചേർന്ന് എന്നോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മസിക വരാൻ പോകുന്ന പ്രിയരെ നമുക്ക് ഒരുമിച്ച് പാടാം. വേഗം വരാമെന്നു രക്ഷനാഥാ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നു രക്ഷനാഥാ നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വരുമോ പ്രാണപ്രിയ കണ്ടിടുവാ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാ. യേശുയൻ പക്ഷമായി തീർന്നതിനാ എന്തോരാനന്ദമേ ഭൂവിൽ വാസം എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പ ഈ രാത്രിയുടെ യാമത്തിന് തിരുവചനവുമായി അടിയങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഇന്നത്തെ ഈ തിരുവചനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തുതിക്കുന്ന പച്ച കർത്താവേ, ആരെങ്കിലും നിരാശയാൽ ദുഃഖിതരായി വേദനയോടുകൂടെ വചനത്തിന് മുൻപിലായിരിക്കുന്നു എങ്കിൽ കർത്താവെ, ഇന്നത്തെ വചനം അവർക്കൊരാശ്വാസവും വിടുതലുമായി മാറണം, അത്ഭുതമായി മാറണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങളോട് അപ്പച്ച ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനും കരുതലിനുമായി സ്തുതിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. മാറത്ത് പങ്കച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായ കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഇന്നത്തെ വചന ശുശ്രൂഷയിൽ ഉണ്ടാവണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ച പൊതിഞ്ഞാട്ടെ. അവിടുത്തെ രക്തത്താൽ എല്ലാവരും കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സകല നന്മകളെ കൊണ്ട് നടച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഏതാണ്ട് 1 മാസത്തോളമായെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ലൈവിൽ വന്നിട്ട് തന്നെ. കഴിഞ്ഞ ചില നാളുകളായി ശാരീരികമായ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പല പ്രാവശ്യം ഞാൻ ലൈവിൽ വരണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ മഴയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ലൈവിൽ വരാൻ കഴിയാതെ പോയിരുന്നു. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ വലിയ കൃപയാൽ നിങ്ങളെയൊക്കെ പിന്നെയും കാണുവാനും ദൈവസന്നിധിയിൽ നിൽപ്പാനുമായി കർത്താവ് സഹായിച്ചു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ കർത്താവും രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്ന പ്രിയരെ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. മണവാളന്റെ വരവ് ഏത് നിമിഷവും ഉണ്ട്. ആകയാൽ പ്രിയരെ, നമ്മൾ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവമക്കളെ, സമയം നമ്മുടെ മുൻപിൽ അധികം ഇല്ലാത്തത് കൊണ്ട് വളരെയധികം കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വചന ധ്യാനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ആകയാൽ പ്രിയരെല്ലാവരും, നിങ്ങളായിരിക്കുന്നവർ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കണമേ എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ പലതരത്തിലാണ് കടന്നു വരുന്നത്. ഒരു പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിന്നും നമുക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് വരും, കൂട്ടുവിശ്വാസികളിൽ നിന്ന് വരും, നമ്മുടെ ജോലി ചെയ്യുന്ന ഇടത്ത് നിന്ന് നമുക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരും. നമുക്ക് നമ്മുടെ അയൽവാസികളിൽ നിന്ന് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായി എന്ന് വരാം. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ ഘട്ടങ്ങളിലൊക്കെ, ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മെ ആരെങ്കിലും ഒക്കെ സഹായിക്കുവാനുണ്ടെന്ന് വരട്ടെ, നമുക്ക് എത്ര ആശ്വാസം അല്ലെ? ഹല്ലേലൂയ. നമുക്ക് ഒരു പക്ഷേ നമുക്ക് കടബാധ്യതയായിരിക്കാം. നമുക്ക് ഇന്ന് പണം കെട്ടിയെങ്കിലേ മതിയാവുകയുള്ളൂ, ബാങ്ക് ലോണ് അടച്ചെങ്കിലേ മതിയാവുകയുള്ളൂ, നമുക്ക് ഒരു വഴിയും നമ്മുടെ മുൻപിൽ ഇല്ല എന്നോർത്ത് നമ്മൾ ഭാരപ്പെടുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി നമുക്കായിരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നതും നമുക്ക് അനുകൂലമായി വരുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചാണ്. കർത്താവ് ചില സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാറുണ്ട്. പക്ഷേ അത് നാം എത്ര പേർ അത് ഉണരുന്നു? അത് ഉണർന്നിരുന്നുകൊണ്ട് എന്റെ കർത്താവ് എന്നെ സഹായിച്ചതാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, എന്റെ കർത്താവിന്റെ കൃപയല്ലാതെ മറ്റൊന്നും അല്ല എന്ന് ഹല്ലേലൂയ എത്ര പേർക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. പലരും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കുന്നത് വരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഇങ്ങോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കും, അങ്ങോട്ട് പോകും, അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിക്കും, ആ യാത്രയിൽ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പലപ്പോഴും പ്രാർത്ഥനയുടെ മധ്യത്തിലാണ്. അവരുടെ ആവശ്യം കഴിയുമ്പോൾ ദൈവത്തിനൊരു നന്ദി പോലും പറയുവാൻ മറന്നു പോകുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനേകരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാ. പ്രിയ ദൈവ പൈതലെ, സങ്കീർത്തനം 56:9 വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും. ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിക്കുന്ന സമയത്ത് ഉണ്ടായ പ്രതിസന്ധിയിൽ പറഞ്ഞതാണ്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഇരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇടത്തിലിരുന്നു കൊണ്ട് ഒരു ഉറക്കം പറഞ്ഞാട്ടെ, ദൈവ പൈതലെ, ഹല്ലേലൂയ, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസത്തോടെ കൂടെ ഹല്ലേലൂയ ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ ചില അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവ പൈതലെ, അറിവ് പലതരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നൽകുന്ന അറിവുകളുണ്ട്. പ്രിയ ദൈവമക്കളെ, ബലഹീനതകളും കഷ്ടതകളും നൽകുന്ന ചില അറിവുകളുണ്ട്. മറ്റൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവ കൃപയിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ചില അറിവുകളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ആരെങ്കിലും നിങ്ങൾക്ക് ശത്രുവാണെന്നുള്ള അറിവിനെക്കാട്ടിലും, ആർക്കെങ്കിലും നിങ്ങളോട് വിദ്വേഷമുണ്ട് എന്ന് തിരിച്ചറിയുന്ന അറിവിനെക്കാട്ടിലും, ആരെങ്കിലും നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുന്ന അറിവിനെക്കാട്ടിലും, നിങ്ങളെ ഉപദ്രവിക്കുവാൻ തക്കം നോക്കുന്ന അല്ലെങ്കിൽ തക്കം പാർത്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന അറിവിനെക്കാട്ടിലും, പ്രിയരെ, നിങ്ങളെ ഭരിക്കേണ്ടെന്ന അറിവ് എന്താണെന്നറിയാമോ? ദൈവം
എനിക്ക് അനുകൂലമോ പ്രതികൂലമോ ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഓൺലൈൻ മാധ്യമത്തിലായിരിക്കുന്ന സഹോദരനെ സഹോദരിയെ ഇന്ന് രാത്രികാലം ഒന്ന് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണോ? ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടിട്ടങ്ങ് പോവുക ചെയ്യുന്നത്. എന്റെ പ്രാർത്ഥന ദൈവസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ? എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ടോ എന്ന് എത്ര പേർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നു? ഇതൊരു അറിവാണ്. ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന ഒരു അറിവായി ഇതാ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ എത്ര പേർക്ക് ഇങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഈ അറിവ് നാം പ്രാപിച്ചെടുക്കണം. എത്ര പേർക്ക് ഇങ്ങനെ തിരിച്ചറിയുവാൻ കഴിയുന്നു? പലരും ദൈവത്തോട് വിറുവിറുക്കുക ചെയ്യുന്നത്. ഓ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്റെ ദൈവം എനിക്ക് മറുപടി തരുന്നില്ല. കുഞ്ഞേ, ദൈവം നിനക്ക് അനുകൂലമാണോ? നീ എന്തെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എനിക്ക് അനുകൂലമാണോ എന്ന്? പ്രൈസ് ദി ലോർഡ്. ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത് സ്വല്പം ഒന്നുമല്ല. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ ഓർക്കുവാൻ പോലും കഴിയത്തില്ല. കാരണം പാപം, പൊല്ലാതെ പാപത്തിന് നീ അടിമപ്പെട്ട് കിടക്കുകയാണ്. സഹോദരനെ സഹോദരിയെ, സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാൻ നന്നായി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ നന്നായി അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി അനുഭവിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ചില അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അല്പമായി ആഴമായി നമുക്ക് ചിന്തിക്കാം. പ്രിയരെ, നമുക്കറിയാം എസ്രാ പുരോഹിതൻ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും എസ്രയെ കുറിച്ച് അറിയാം. എസ്രാ പുരോഹിതൻ പറയുക, എനിക്ക് ദൈവം അനുകൂലമാണ്, എനിക്ക് ദൈവം അനുകൂലമാണ്. എസ്രാ 7:9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായത് കൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരുശലേമിലെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാം മാസം 1-ാം തീയതി അവൻ യെരുശലേമിലെത്തി. ഇവിടെ എസ്രാ ഒരു യാത്രയിലാണ് പ്രിയരെ. ഏകദേശം 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയിലാണ് എസ്രാ. പ്രൈസ് ദി ലോർഡ്. എസ്രാ ലക്ഷ്യസ്ഥാനത്ത് ചേർന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എസ്രാ പറയുന്നു, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. ഗ്ലോറി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞതെന്ന് എസ്രാ വിളിച്ചു പറയുകയാണ്. പ്രിയ ദൈവ പൈതലേ, നാം എല്ലാവരും സിയോൻ സഞ്ചാരികളാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് അന്യരും പരദേശികളുമാണ്. ദൈവ പൈതലേ, നമുക്കൊരു വാഗ്ദത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാഗ്ദത്തമുണ്ട്. നമുക്കൊരു ലക്ഷ്യസ്ഥാനത്തെത്തണം. ആമേൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യാത്രയിലാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും യാത്രയിലാണ്. നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. പ്രിയരെ, ഇവിടെ പറയുന്നു, 1-ാം മാസം 1-ാം തീയതി ആരംഭിച്ച യാത്ര 5-ാം മാസം 3-ാം തീയതി യെരുശലേമിൽ എത്തിയെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കർത്താവിനെ വിശ്വസിച്ച യെരുശലേമിനെ ലക്ഷ്യമാക്കി സ്വർഗത്തെ ദർശനം കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവ പൈതലേ, അധൈര്യപ്പെടേണ്ട. നിന്നെ ലക്ഷ്യസ്ഥാനത്ത് ദൈവം എത്തിക്കുക തന്നെ ചെയ്യും. പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ലെന്നേ നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. ദൈവജനമേ, നമ്മുടെ കർത്താവ് നമ്മളെ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. പാതി വഴിയിൽ നമ്മളെ വിട്ടിട്ട് പോകുകയില്ല. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മോട് കൂടെയുള്ള ദൈവമാണ്. നമ്മെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തിയോ, നമ്മുടെ ബലമോ, നമ്മുടെ അന്തസ്തോ, നമ്മുടെ ഡിഗ്രിയോ, നമ്മുടെ പ്രോപ്പർട്ടീസോ, നമ്മുടെ കുലമഹിമയോ ഒന്നും കണ്ടുകൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം. ഓ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, ഹല്ലേലൂയ. ഈ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത് സഹോദരി. ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ട് എന്ന് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്.
നിനക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിനെ വിട്ടു മാറിയിരിക്കരുത്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്ക് കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് ഒരു മറുപടി തരുവാൻ എന്റെ ദൈവം സ്വർഗം തുറന്നു തരുമെന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയുമോ? കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ കഴിയുമോ? മുട്ടിന്മേൽ നിൽക്കുവാൻ കഴിയുമോ? നിന്റെ പ്രശ്നത്തിന് വിടുതലുണ്ടാകും. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോല. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരുമെന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, ഈ ഒരു നാൾ ആമേൻ ഈ നശ്വര ലോകം വിട്ട് നിത്യതയുടെ തുറമുഖം വിട്ട് മണവാളന്റെ മാർവിൽ ചാരിക്കൊണ്ട് അതിന് ധൈര്യത്തോടെ പറയുന്ന ഒരു വാക്കുണ്ടായിരിക്കും. ആമേൻ, ഞാൻ യെരൂശലേമിൽ എത്തി, ഞാൻ യെരൂശലേമിൽ എത്തി. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ ദൈവജനമേ, ഞാൻ യെരൂശലേമിൽ എത്തി. എന്റെ യാത്ര വിജയകരമായി ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദൂതന്മാർ ചോദിക്കും, നീ എങ്ങനെയാണ് ഇത്ര ദൂരം താണ്ടി വന്നത് എന്ന് ചോദിക്കും. എന്നാൽ ദൈവ പൈതലെ ജീവിതത്തിലെ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ എങ്ങനെ താണ്ടി? കുഞ്ഞേ, സന്തോഷത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആകയാൽ അധൈര്യപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീശുന്ന കാറ്റിനെ കണ്ട് പ്രിയ ദൈവ പൈതലേ, നീ ഭയപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും, നിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം എപ്പോഴും എനിക്ക് അനുകൂലമായിരിക്കും. ദൈവത്തിന്റെ കരം എപ്പോഴും എനിക്ക് അനുകൂലമായിരിക്കും. ഒരു ദൈവ പൈതൽ എപ്പോഴും യാത്രയിലാണ്. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. അതൊന്നുകൂടെ ഞാനൊന്ന് വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നതും ഒരു യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദേശത്തേക്ക് നമ്മൾ പോകുന്നതും അത് യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില യാത്രകൾ ശത്രു തടഞ്ഞു വെച്ചു എന്ന് വരാം. ഹല്ലേലൂയ. ചില നന്മകളെ ശത്രു തടഞ്ഞു വെച്ചു എന്ന് വരാം. വിദ്യാഭ്യാസ മേഖലയെ തടഞ്ഞു വെച്ചു എന്ന് വരാം. കുടുംബജീവിതം മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത തരത്തിൽ ശത്രുവായവൻ പലതരത്തിലുള്ള ഭിന്നതകൾ ആ ജീവിതത്തിനകത്ത് കൊണ്ടുവന്നു എന്ന് വരാം. സകല വഴികളും അടച്ച് ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണം ദൈവ പൈതലെ, 1-ാം മാസം 1-ാം തീയതി അവൻ ബാബേലിൽ നിന്ന് ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായത് കൊണ്ട് അവൻ 5-ാം മാസം 1-ാം തീയതി യെരൂശലേമിൽ എത്തി എന്നത് നാം ചിന്തിച്ചു കൊള്ളണം. പ്രിയ ദൈവ പൈതലെ, വിശ്വാസത്തോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായത് കൊണ്ട് എന്റെ യാത്ര തുടരും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക്, ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം എന്നോട് കൂടെയുള്ളത് കൊണ്ട് എന്റെ യാത്ര തുടരും. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രതികൂലം വരട്ടെ, എത്ര പ്രശ്നങ്ങൾ വരട്ടുന്നേ, ഹല്ലേലൂയ, ഒന്നുകൊണ്ടും അധൈര്യപ്പെട്ടു പോകരുത്. ദൈവ പൈതലെ, പ്രാർത്ഥനയിൽ നീ മുന്നേറണം. ഈ നാളുകളായി, കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എന്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരാഴ്ചയല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയായിരുന്നു. എന്റെ ഹസ്ബൻഡ് 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ എന്നെ വിളിക്കാതിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ചെയ്തറിയാമോ, ആദ്യത്തെ 1-2 ദിവസമൊക്കെ 2 മണിക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നല്ലേ, എനിക്ക് ശാരീരികമായി ഒരുപാട് ക്ഷീണാവസ്ഥ ഉള്ളത് കൊണ്ട് എഴുന്നേക്കാൻ മടി തോന്നി. അത് പ്രാർത്ഥന ശക്തിപ്പെട്ട് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാത്രി ഒരു 2 മണിക്ക് ശേഷം ഉറങ്ങുന്നതിന് 2-3 പാട്ടൊക്കെ പാടി രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയമായപ്പോ 1-2 ദിവസമൊക്കെ ഞാൻ നോക്കി. 3-ാമത്തെ ദിവസം മുതൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കിടക്കാൻ കഴിയാതെ വന്നു. ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങി. ശക്തമായി ഞങ്ങൾ 2 പേരും പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത്
ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ ടൈം 4:30 മണിയാണ്. എന്നും 4:30 മണിക്ക് എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അലാറം അടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എഴുന്നേൽക്കുന്ന സമയമാണ് 4:30 മണി. പക്ഷേ 2 മണിക്കൊക്കെ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ എന്റെ ടൈമിങ് എനിക്ക് തെറ്റി. അപ്പോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയി അവിടെ പോയി ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, എനിക്ക് ടൈം മാറിയപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി. എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നറിയാമോ, പിറ്റേ ദിവസം മുതൽ ഞാൻ ഇത് പറഞ്ഞപ്പോൾ മുതൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങപ്പുറത്തെ മുറിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉറക്കെയില്ല. ദൈവമക്കളെ, ഒരു പാട്ടിന്റെ ശബ്ദം പാടുമ്പോൾ പയ്യിരുന്ന് പാടാൻ തുടങ്ങി. പക്ഷേ ആത്മാവ് ശക്തമായി ഇടപെട്ടപ്പോൾ എനിക്ക് അപ്പുറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റ് ഇപ്പുറത്ത് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന നമ്മളെ വലിയ ഒരു സംരംഭത്തിലേക്ക് എത്തിക്കും. പ്രാർത്ഥന നമ്മളെ മാറ്റും പ്രിയരെ, നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മളെ ആത്മാവിനെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥന എന്ന കോട്ട മതിലുക്കുള്ളവരെ നമ്മളായിരിക്കണം. നമുക്കത് സംരക്ഷണം ചെയ്യും, നമ്മുടെ ആത്മീക ജീവിതത്തെ ഉയർത്തും. ഹല്ലേലൂയ. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായത് കൊണ്ട് അവൻ യെരൂശലേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, ഞാൻ വേദഭാഗത്തുനിന്നും അല്പം മറ്റൊരു വിഷയത്തിലേക്ക് നാം കടന്നു വരട്ടെ. നമുക്കറിയാം, ആഹാബിന്റെ രഥങ്ങൾക്ക് മുൻപാകെ ഏലിയാവ് കൂടി. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ ഏലിയാവ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. മരിച്ചാൽ മതി, പ്രൈസ് ദി ലോർഡ്, മരിച്ചു പോയാൽ മതി. പ്രിയ ദൈവ പൈതലേ, എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ഇടത്തു നിന്നുകൊണ്ട് ഹല്ലേലൂയ ഏലിയാവിനെ ഓരോളം നടത്തിക്കൊണ്ട് പോകുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോവിലേക്ക് ഹല്ലേലൂയ ഏലിയാവിന് യാത്രയുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ എസ്ര പറയുന്നു, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വന്നാൽ ആമേൻ, യാത്ര എനിക്ക് സഫലമായി മാറും. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വന്നാൽ ആമേൻ, എന്റെ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, യാത്ര എനിക്ക് സഫലമായി മാറും. ദൈവത്തിന്റെ കരം ഒരു മനുഷ്യന് അനുകൂലമായിരുന്നാൽ അവന് സകലതും നന്മയായി മാറും. ദൈവ പൈതലെ, വിശ്വാസത്തോടെ എത്ര പേർക്ക് തിരുവചന സത്യത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്റെ ദൈവം എനിക്ക് അനുകൂലമാ, എന്റെ കർത്താവ് എന്റെ പക്ഷമാ, എന്റെ കർത്താവ് എന്റെ പക്ഷമാ, എനിക്ക് അതുകൊണ്ട് ഒരു ഭയവും ഇല്ല എന്ന് എത്ര പേർക്ക് പറയുവാനായി കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. ഒരു കാര്യങ്ങളെ പറയട്ടെ, ലോകത്തിന്റെ അധികാരങ്ങളുടെ മുമ്പാകെ ഹല്ലേലൂയ നമുക്കറിയാം, ഒരു അപേക്ഷ കൊണ്ടുവരുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആ അപേക്ഷ നിശ്ചയമായും അത് തിരസ്കരിക്കപ്പെടത്തില്ല, അത് അനുകൂലമായി വരും. പ്രൈസ് ദി ലോർഡ്. അംഗീകരിക്കപ്പെടും. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമല്ല എങ്കിൽ നാം എന്തെല്ലാം ചെയ്താലും നമുക്കത് അനുകൂലമായി സപ്പോർട്ടായി വരികയില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ പരാജയത്തിന്റെ കാരണം എന്താ? ദൈവം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെയാ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ഓരോ നിമിഷവും പ്രിയ ദൈവ പൈതലേ, നാം കലങ്ങിപ്പോകാറില്ലേ? ഹല്ലേലൂയ. നാം ചിന്തിച്ച് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ നമ്മളെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എഴുതിട്ട് പോകാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഒരു സത്യം വിളിച്ചു പറയട്ടെ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരും ഉണ്ടാവത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവജനം ശക്തമായി ഈ നാളുകളായി പ്രാർത്ഥിച്ചു തുടങ്ങണം. ആമേൻ. ഹല്ലേലൂയ. സകലരും കൈവിടുമ്പോൾ, സകലരും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ, നമ്മളെ വെറുത്ത് ഒതുക്കുന്ന സാഹചര്യത്തിലും ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വന്നാൽ ഹല്ലേലൂയ നാം ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഈ നാളുകളായി നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിൽ ഇവിടെ എസ്ര പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എസ്രയെ സംബന്ധിച്ചിടത്തോളം എസ്ര ഒരു യഹൂദനും ഇവിടെ രാജാവ് പേർഷ്യനുമാണ് എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഇവിടെ എസ്ര ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ പേർഷ്യന്റെ ഭരണ സംവിധാനത്തിനടുത്ത് പേർഷ്യന്റെ മുൻപിലുള്ള
ഫയലുകൾ ചലിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ വിശ്വസിക്ക്. ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു അപ്രൂവൽ ലഭിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സാഹചര്യം ഏത് തന്നെ ആവട്ടെ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, ഇന്ന് രാത്രികാലം ഉറപ്പോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി വരുന്നത് കൊണ്ട് ഹല്ലേലൂയ എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് തന്നെ നാം ചിന്തിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എത്ര പറയുന്നത്, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുകൂലമാകുമ്പോൾ ധൈര്യമുണ്ടാകും. നമുക്ക് എവിടെ നിന്ന് ഈ ധൈര്യം വരുന്നത് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് പ്രിയ ദൈവ പൈതലെ നമ്മിൽ ഉണ്ടാകുമ്പോൾ അസാധാരണമായ ഒരു ധൈര്യം നമ്മെ ഭരിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെ എന്തെല്ലാം പറയട്ടെ, ലോകം നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയട്ടെ, നിന്ദിച്ച് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലൂടെ പോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ നിശ്ചയമായും നാം തളർന്നു പോകുവാൻ ഇടയാകത്തില്ല. ഒരു പക്ഷേ രോഗം നമുക്ക് താളടിയാക്കി എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടബാധ്യതകൾ നമ്മളെ ഞെരുക്കി എന്ന് വരാം. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായി എന്ന് വരാം. നീ ഭാരപ്പെടേണ്ട. കർത്താവ് തക്ക സമയത്ത് നിന്നെ സഹായിക്കുവാൻ ഇറങ്ങി വരും. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളെ നാം നേരിടുമ്പോഴും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉറ്റവർ ഉടയവർ പ്രിയ ദൈവങ്ങളെ നമുക്ക് എതിരായി ചില നേരങ്ങളിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന ചില സാഹചര്യങ്ങളുടെ മുൻപിൽ കൂടെ നമ്മൾ കടന്നുപോയി എന്ന് വരാം. കുഞ്ഞേ, നീ അധൈര്യപ്പെടേണ്ടി വരികയല്ല. എന്റെ ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം ശക്തമായിട്ടൊന്ന് ഏറ്റെടുത്താട്ട് ദൈവജനമേ ഇരിക്കുന്ന ഇടത്ത് ദൈവത്തോട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പറ, അല്ലെങ്കിൽ വിളിച്ച പറ, എന്റെ കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, എന്റെ കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 46-ന്റെ 1-2 വാക്യത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇതിനേക്കാൾ ഇനി എന്താ വേണ്ടിയത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഭയപ്പെടുകയില്ല എന്ന് ഭക്തൻ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനിവാസത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നദിക്ക് സന്തോഷിപ്പിക്കുവാൻ കഴിയുന്നു, എന്നാൽ സമുദ്രത്തിന് പേടിപ്പിക്കുവാൻ കഴിയുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. സമുദ്രമാകുന്ന ലോകം നമ്മെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം. അവര് ഭയങ്കര പ്രാർത്ഥനക്കാരി എന്ന് പറഞ്ഞ് നടക്കുക എന്നൊക്കെ നമ്മളെ കുറിച്ച് പറയും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൊണ്ടും അധൈര്യപ്പെട്ടു പോകരുത്. ലോകം എന്തൊക്കെ വിളിച്ചു പറയട്ടെ, ഒരുപക്ഷെ പൈത്യകാരി എന്നൊക്കെ പറയാമായിരിക്കാം. അതൊന്നും നമ്മളത് വിഷയമാക്കണ്ട. ലോകം എന്ത് വേണേലും പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നദിയാകുന്ന ദൈവകൃപയ്ക്കകത്തിരുന്ന് നാം ഹല്ലേലൂയ ദൈവ പൈതലേ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ കർത്താവ് ശക്തനാക്കും, നമ്മളെ കർത്താവ് കൃപയിൽ ഹല്ലേലൂയ വളർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായ ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ ദൈവമക്കളെ. എന്നാൽ അതിരാവിലെ രാജാവ് ദുഃഖസ്വരത്തോടെ എന്താ പറഞ്ഞറിയോ? ദാനിയേലേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ട് എന്താ ചോദിച്ചത്? ദാനിയേലേ, നീ അവിടെ ഉണ്ടോ? ദാനിയേലേ, നീ അവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ദാനിയേലിന് അറിയാമായിരുന്നു എന്താണ് താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമാണ് എന്ന് തനിക്കറിയാമായിരുന്നു. ദാനിയേലിന് അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലെ ഞാനൊന്ന് ചോദിക്കട്ടെ, ദാനിയേലിന്റെ സിംഹക്കുഴിയേക്കാൾ ഹല്ലേലൂയ ശക്തമായ പ്രതിസന്ധിയാണോ നീ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. നെഹമ്യാവിനെ നൊബദ്യ എന്ന പ്രവാചകി പേടിപ്പിക്കുവാൻ നോക്കി, പക്ഷേ ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമായതുകൊണ്ട് താൻ ഭയപ്പെട്ടില്ല എന്ന വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. പ്രിയരെ, ദൈവം തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. ആകയാൽ നിന്നെ ഞാൻ കൈവിടുകയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ കർത്താവ് എന്നെ കൈവിടുന്ന ദൈവമല്ല, എന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എന്റെ കഷ്ട നേരങ്ങളിൽ, എന്റെ പ്രയാസ നേരങ്ങളിൽ, എന്റെ ദുഃഖ നേരങ്ങളിൽ ഞാൻ നിലവിളിക്കുമ്പോൾ, ഞാൻ മുട്ടുമടക്കുമ്പോൾ, എന്റെ കർത്താവേ എന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ അപ്പൻ എന്റെ അരികിലേക്ക് ഓടി വരുന്ന ദൈവമാണെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രികാലം വിശ്വാസത്തോടുകൂടെ പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്, എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരും ഉണ്ടാവത്തില്ല. പ്രിയ ദൈവ പൈതലെ, നമുക്കറിയാം യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പറയുന്നു, ഇതാ എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ. ആമേൻ. അവൻ നിലവിളിക്കുകയില്ല, തെരുവീതികളിൽ ശബ്ദം ഉണ്ടാക്കത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ അസാധാരണമായ ധൈര്യം അവനിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സ്നേഹിത, ലോകം പ്രതികൂലമായി എന്ന് വരാം, ശരീരം നമുക്ക് പ്രതികൂലമായി എന്ന് വരാം, ജീവിത പങ്കാളി നമുക്ക് പ്രതികൂലമായി എന്ന് വരാം, മക്കൾ, കുടുംബം നമുക്ക് എതിരായി എന്ന് വരാം. ഒരുപക്ഷെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുവാൻ പോലും ഉള്ള സാഹചര്യം നമ്മൾ വീട്ടിലുള്ളവർ തരികയില്ല. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറച്ച് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. എനിക്കറിയാം എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഭാരപ്പെടുന്നു. ഉറച്ച് ഒരു ഹല്ലേലൂയ പറയാൻ പോലും നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ. എന്താ? ഭവനത്തിലുള്ളവരൊക്കെ അവർ പ്രതികൂലമാണ്, അവർ അനുകൂലമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. നീറിപ്പോകുന്ന അവസ്ഥയിലൂടെ നീ കഴിഞ്ഞു പോവുകയാണ്. ഇന്ന് രാത്രികാലം എന്റെ കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. നിനക്ക് ഏതെല്ലാം വിഷയങ്ങൾ നിന്റെ മുൻപിൽ മല പോലെ വന്നാലും, നിന്റെ നന്മയെ ഹല്ലേലൂയ പിശാചാണവൻ അത് തടഞ്ഞു വെച്ചാലും, കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. തക്ക സമയത്ത് ഏറ്റ വേളയിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന അനുകൂലമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമെങ്കിൽ സകലതും പ്രതികൂലമാകുമ്പോഴും നീ തകർന്നു പോകുകയില്ല, നീ തളർന്നു പോകുകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. നീ അറിഞ്ഞുകൊള്ളേണ്ടുന്ന സത്യം, എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പ്രയാസങ്ങൾ കടന്നു വരട്ടെ, ഞാൻ അധൈര്യപ്പെട്ടു പോകുകയില്ല. എന്റെ അപ്പന്റെ കരുതൽ, അപ്പന്റെ സ്നേഹം എനിക്ക് ഹല്ലേലൂയ എന്നോട് കൂടെയുണ്ട്. ദാനിയേലിന് അറിയാമായിരുന്നു, എന്നെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞാലും സിംഹങ്ങൾ എന്നെ ഒന്നും ചെയ്യുവാൻ എന്റെ അപ്പൻ അനുവദിക്കുകയില്ല. ശാദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് അറിയാമായിരുന്നു പ്രിയരെ, അവരെ 7 മടങ്ങായി അഗ്നി വർദ്ധിപ്പിച്ചാലും അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞാലും, അവരുടെ അല്ലെങ്കിൽ കാലും കൈയൊക്കെ ബന്ധിച്ച് അവരെ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞാൽ അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ? എന്റെ ദൈവത്തിന്റെ കരം. ഓ ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെന്ന് അവർക്കറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്, എത്ര പേർക്ക് ഉറപ്പുണ്ട്, എത്ര പേർക്ക് പ്രത്യാശയോടെ പറയുവാൻ കഴിയും, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. Jesus, thank you Holy Spirit. Hallelujah, hallelujah. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമാണ്.
ഒന്നുറക്കെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമാണ്. ശത്രുവായവൻ എങ്ങനെയൊക്കെ എന്നെ എന്തെല്ലാം ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. നമുക്കറിയാം ഏലിയാവ് ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുൻപാകെ ഏലിയാവ് ഒന്ന് ഭയന്ന് നടുങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവം തനിക്ക് അനുകൂലം അല്ല എന്ന ഒരു ചെറിയ തോന്നൽ ഏലിയാവിന് ഉണ്ടായി. പ്രിയ ദൈവ പൈതലേ, ഇസബേലിന്റെ പ്രവൃത്തികൾ താൻ, ഹല്ലേലൂയ, ആ പ്രവൃത്തികളിൽ താൻ ആടി ഉലഞ്ഞു പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഏലിയാവ് ഈ സമയം പ്രതികൂലം ഉണ്ടായപ്പോൾ ചെയ്തത് തന്റെ ബാല്യക്കാരനെ വിട്ടിട്ട് പ്രൈസ് ദി ലോർഡ് താൻ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് താൻ പോവുകയാണ് ചെയ്തത്. എന്നാൽ പ്രിയരെ, ഹല്ലേലൂയ, വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു, കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ്. ചിലരൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്റെ പ്രിയരെ, ഓൺലൈനൊക്കെ നല്ലതാ, പക്ഷേ നമുക്കൊരു സഭ, നമുക്കൊരു കൂട്ടായ്മ, നമുക്ക് കൂട്ടുവിശ്വാസികൾ നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു കഷ്ടങ്ങൾ വന്നാൽ, നമുക്കൊരു ദുഃഖം വന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഓടി വരുന്നത് നമുക്ക് കൂട്ടുവിശ്വാസികളായിരിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നു? നമുക്ക് ഓടി വന്ന് നമുക്ക് വേണ്ടി കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിലവിളിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ആകയാൽ ഹല്ലേലൂയ, എത്ര പേർക്ക് ഈ നാളുകളായി ഒരുമിക്കുവാൻ കഴിയുന്നു? എത്ര പേർ നിങ്ങൾ പ്രാർത്ഥിക്കും? പ്രാർത്ഥനയിൽ വലിയ കൂട്ടായ്മ ബന്ധമാണ് സ്ഥാപിച്ചെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു? കഷ്ടങ്ങൾ വരുമ്പോൾ കരം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നു? വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? എത്ര പേർക്ക് നിലവിളിക്കുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയില്ല എങ്കിൽ കുഞ്ഞേ, നീ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപാട് പിറകില. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണോ എന്ന് ഈ നാളുകളായി നീ ചിന്തിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ചിലർക്ക് ദുഃഖങ്ങൾ വന്നാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഓടി വന്ന മൊബൈൽ എടുക്കും, വാട്സപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്യും, ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും, ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ചിലർ അങ്ങനെയാണ്. ദുഃഖം വരുമ്പോൾ ഏകാന്തത സൃഷ്ടിക്കുന്നത് കാണുവാൻ കഴിയും. അവർക്ക് കുറെ നേരം തനിച്ചിരുന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവ പൈതലേ, യേശു കർത്താവ് പലപ്പോഴും തനിച്ചു പോകാറുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് തനിച്ചു പോകുമായിരുന്നു. എനിക്കൊരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ ഞാൻ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കും. എന്റെ കൂടെ ആരും ഉണ്ടാവരുത്, എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്തറിയോ? എനിക്കിരുന്ന് പ്രാർത്ഥിക്കാനാണ്. ഞാൻ തുടങ്ങുന്ന സമയം മുതൽ, യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഇറങ്ങുന്നവരെ ഞാൻ ഒന്നുകിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പോലെ മനസ്സിൽ ഇങ്ങനെ പ്രസംഗിച്ചു പോകും, അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടേ പോകും. അതെന്റെ സ്വഭാവമാണ്. എനിക്ക് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. എന്നെ ആര് കളിയാക്കിയാലും എനിക്ക് വിഷയമേ അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയണോ ദൈവമക്കളെ, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിൽ ചിലര് പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ പേഷ്യന്റിനടുത്ത് പോയി ഇരുന്നിട്ട് തലയിൽ തുണിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എന്നെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ടാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എന്നെ കുറിച്ച് ഉണ്ടാക്കിയതാ, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണെന്ന് വരുത്താനായിട്ട്. പക്ഷെ അവിടെയും ഞാൻ തല നിവർന്ന് നിൽക്കുവാൻ സ്വർഗം സഹായിച്ചു. കർത്താവിനെ കൈവിട്ടില്ല. കാരണം ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു. ശത്രുവായവൻ എന്തൊക്കെ പറഞ്ഞാൽ എനിക്കെന്താ, ഞാൻ ഒന്നിനും പോയില്ല. പക്ഷെ ദൈവം അവിടെ സംസാരിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമെങ്കിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണം. ഇതങ്ങനെയാണോ? ഇന്നത്തെ ലോകം അങ്ങനെയാണോ പ്രിയരെ? ഒരുമിച്ചിരുന്ന് ഇൻസ്റ്റാഗ്രാമിൽ കാണുക, ഒരുമിച്ചിരുന്ന് റീൽസ് കാണുക, ഒരുമിച്ചിരുന്ന് യൂട്യൂബിൽ കയറുക, ഒരുമിച്ചിരുന്ന് ഫേസ്ബുക്കിൽ കയറുക, അവിടെ പോയി സീരിയൽ കാണുക, ഒരുമിച്ചിരിക്കുക. ഇതിനാണ് ഇന്നത്തെ ലോകം സമയങ്ങൾ വേർതിരിക്കുന്നത്. കുഞ്ഞേ, ഇത് അന്ത്യകാലമാ കേട്ടോ. അന്ത്യകാലമാ. കൈവിടപ്പെട്ടു പോകും, തള്ളപ്പെട്ടു പോകും. കർത്താവ് നിനക്ക് അനുകൂലമായി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. നീ കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടുവിശ്വാസികളെയാ. പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ ചേർക്കണം. നല്ല ഫ്രണ്ട്ഷിപ്പ് തേടി പോകണമെന്നാണ് ഞാൻ പറയുന്നത്.
ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടുപിടിക്കണം. അല്ലാത്തവരുമായിട്ട് കൂട്ടുകൂടിയിട്ട് നിന്റെ സമയങ്ങൾ നീ അനാവശ്യമായി ചെലവഴിച്ചാൽ നിനക്ക് നഷ്ടമാകും എന്നത് ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യോന കടൽക്ഷോഭമുണ്ടായപ്പോൾ യോനയ്ക്ക് അറിയാമായിരുന്നു. എന്താ അറിയാമായിരുന്നു? ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലം അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ അനുകൂലമെന്നാ പറഞ്ഞത്. യോനയ്ക്ക് അറിയാമായിരുന്നു യോനയ്ക്ക് ദൈവത്തിന്റെ കരം അനുകൂലമല്ല എന്ന്. ഹല്ലേലൂയ. ദൈവ പൈതലെ താൻ പറയുന്നത് എന്താണെന്നറിയാമോ? എന്നെ വെള്ളത്തിൽ അങ്ങ് ഇട്ടേര്, എന്നെ അങ്ങ് വലിച്ചെറിഞ്ഞേക്കാൻ, ആ കപ്പലിൽ നിന്ന് എന്നെ അങ്ങ് വെളിയിലേക്ക് എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം. ഞാനാ പ്രശ്നക്കാരൻ. ഇന്ന് രാത്രികാലം വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കടന്നകാല ജീവിതത്തിനകത്ത് കർത്താവ് നിനക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ നീ സൃഷ്ടിച്ചൊരുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ സമർപ്പിച്ചു കൊടുക്ക്. നിന്റെ ദൈവസന്നിധിയിൽ ഒന്ന് അർപ്പണിച്ചു കൊടുക്ക്. നിന്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ മറന്നു പോകരുതേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോന പറയുന്നു, എന്നെ അങ്ങ് വെള്ളത്തിലേക്ക് വലിച്ചങ്ങിട്ട് ഹല്ലേലൂയ, എങ്കിലും നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോയെന്ന്. ഒരിക്കൽ കടൽക്ഷോഭമുണ്ടായപ്പോ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്താ പറഞ്ഞത്? എല്ലാവരെയും പൗലോസ് വിളിച്ചിട്ട് നമുക്ക് പാടി ആരാധിക്കാം. കാരണം പൗലോസിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുക, എനിക്കറിയാം ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ഒന്ന് പാടാം, ഒന്ന് പ്രാർത്ഥിക്കാമെന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ പൗലോസിന് അനുകൂലമായിരുന്നു. ദൈവത്തിന്റെ കരം മോശയ്ക്ക് അനുകൂലമായിരുന്നു. നമുക്കറിയാം ദൈവമക്കളെ, ഇത്രോവിന്റെ പെൺകുട്ടികളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോകാം. ആരാ പറഞ്ഞത്? ദൈവത്തിന്റെ കരം മോശയ്ക്ക് അനുകൂലമായിരുന്ന ഒരു സാഹചര്യമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശ ഹോരോബിൽ ദൈവത്തിന്, അതായത് ദൈവപ്രത്യക്ഷത കണ്ടു. ശേഷം അഹരോനെയും കണ്ടുമുട്ടി. എത്ര വലിയ അത്ഭുതം അല്ലേ? ദൈവത്തിന്റെ അനുകൂലമായ സാഹചര്യം ദൈവം കൂട്ടി യോജിപ്പിക്കേണ്ടതിനെ കൂട്ടി വരുത്തും. ദൈവമക്കളെ, അത് എവിടെ കിടന്ന് ലോകത്തിന്റെ മുക്കിലോ മൂലയിലോ എവിടായാലും ശരി, ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ മേലൊരു വാഗ്ദത്തം നിനക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നടക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി കാലം ദൈവസന്നിധിയിൽ ഒന്ന് താണിരുന്ന് കൊടുത്ത് ദൈവ പൈതലെ ദൈവത്തോട് ചോദിച്ചാട്ടെ, കർത്താവേ, എനിക്ക് എന്താണ് എനിക്ക് വേണ്ടി അപ്പൻ വെച്ചിരിക്കുന്നത്? എന്റെ മേലുള്ള വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ച് പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രിയ ദൈവ പൈതലേ, ശലോമോൻ ആലയം പണിഞ്ഞു തുടങ്ങി. നമുക്കറിയാം, ചങ്ങാടം കെട്ടി അന്യദേശത്ത് നിന്നും തടികൾ കൊടുത്ത് വിടപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമായിരുന്നു. ദൈവത്തിന്റെ കരം തനിക്ക് അനുകൂലമായിരുന്നു. നമുക്കറിയാം ദൈവമക്കളെ, ഏലിയാവിന് അപ്പവും ഇറച്ചിയും ആമേൻ ഹല്ലേലൂയ കാക്കയെ കൊണ്ട് തരിപ്പിച്ച ഒരു ദൈവമുണ്ട്. കാരണം എന്താ? ദൈവത്തിന്റെ കൈ ഏലിയാവിന് അനുകൂലമായിരുന്നു. പ്രൈസ് നോക്കണം, ദൈവം അനുകൂലമാണെങ്കിൽ കാക്കയെ കൊണ്ട് പോലും ദൈവം ഭക്തനെ പോഷിപ്പിക്കുക ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? എന്റെ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഭക്തനെ പോറ്റി പുലർത്തുവാൻ ഒരു കാക്കയോട് ദൈവം പറയുക. കാക്ക തക്ക സമയത്ത്, കൃത്യമായ സമയത്ത് ഭക്തന് കൊണ്ടുവന്ന് ഇറച്ചി കൊണ്ട് കൊടുക്കുന്നത് കാണുവാൻ കഴിയുന്ന അപ്പവും ഇറച്ചിയും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, ദൈവ പൈതലേ, ഹല്ലേലൂയ, എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. നാം ഓരോരുത്തരും ഇന്ന് രാത്രികാലം ചിന്തിക്കേണ്ടുന്നത്, യഹോവ എനിക്ക് എന്റെ പക്ഷത്തുണ്ടോ? കർത്താവ് എനിക്ക് അനുകൂലമാണോ? ഞാൻ ഈ പാടുന്നത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ദൈവം കേൾക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് മറുപടി തരുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണോ എന്ന് നാം ചിന്തിക്കണം. ഏത് നേരത്തും ദൈവത്തെ അന്വേഷിക്കാം. താഴ്ചയിലും ഉയർച്ചയിലും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ഒക്കെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നാം ഒരുക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് എന്ത് പ്രയാസ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിരുന്നാലും
പ്രിയ ദൈവ പൈതലെ, നാം കർത്താവിനെ അന്വേഷിക്കുന്നവരായി മാറണം, കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറണം. ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമുക്ക് അനുകൂലമായി മാറും. നമുക്കൊരു പഴയ ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൽ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആരും ഓൺലൈൻ വിട്ടു പോകരുത്. ഒരു പഴയ കാലത്തിന്റെ ചില അടികൾ പാടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ആശ്രയിപ്പാനൊരു ദേഹിയും ഇല്ല, ആശ്വസിപ്പാനൊരു ഇടവുമില്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ മണ്ണില ആശ്വാസമായി, ദിനവും മണ്ണില ആശ്വാസമായി, നീല ആശ്വാസമായി, ദിനവും മണ്ണില ആശ്വാസമായി. എനിക്കും കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കും കൃപ മതിയേ, എനിക്കും കൃപ മതിയേ എൻ പ്രിയനേ, എനിക്കും കൃപ മതിയേ. സിംഹത്തിൻ ഗുഹ എനിക്ക് ിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ, വീഴാതെ നിർത്തേണമേ എന്നെ, വീഴാതെ നിർത്തേണമേ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളടച്ചാട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ വൈകിയ വേളയിൽ കർത്താവേ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര് എന്നാണ് ഞങ്ങൾക്ക് ചിന്തിക്കുവാനായിട്ട് അനേക ഭക്തന്മാരുടെ ജീവിതത്തിലൂടെ കടന്ന് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഒരു പടി കൂടെ എന്റെ കർത്താവിന്റെ അനുകൂലമായ സാഹചര്യത്തെ ഉണരുവാൻ സ്വർഗം ഞങ്ങൾക്ക് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവ് ഈ വചനം കേട്ടവർക്കായി സ്തുതിക്കുന്നു, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറച്ചാട്ടെ. ആരെങ്കിലും ദുഃഖത്തോടെ വേദനയോടുകൂടെ ഈ കർത്താവെ ഈ വചനത്തെ കേട്ടിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവർക്ക് നിറവുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് അപ്പച്ചൻ നിറച്ചാട്ടെ, കരുണയാൽ നിറച്ചാട്ടെ, രക്തം കൊണ്ട് എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിട്ടാട്ടെ. കർത്താവ് സകല നന്മകളാലും നിറയ്ക്കണമേ അപ്പ. സകലതും ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കള്, ഏതാണ്ട് ഒരു മാസമായി ഞാൻ പറഞ്ഞല്ലോ ലൈവൊക്കെ ചെയ്യാതിരുന്നപ്പോ എനിക്ക് തോന്നുന്ന സൗണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് ഏർപ്പെട്ടതിനിടയ്ക്ക്. എങ്കിലും കർത്താവ് അത്ഭുതകരമായിട്ട് ഒരു നല്ല ഒരു തിരുവചനത്തെ ഘോഷിപ്പാനായി ദൈവമിടയ്ക്ക് ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നീട് നന്ദി പറയേണ്ടത് സാജി ഭദ്രനോടും കുടുംബത്തോടുമാണ്. പ്രിയ സഹോദരനും കുടുംബത്തിനും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈറോഡിൽ നിന്ന് എന്നോട് സഹോദരി വിനീഷ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. വൈഷ്ണവിക്കും എന്നോട് மனமார்ந்த நன்றி நான் தெரிவிக்கிறேன். അതുപോലെ തന്നെ ചാച്ചിയമ്മ സിസ്റ്റർ ഉങ്ങൾക്കും എന്നോട് மனமார்ந்த நன்றி தெரிவிக்கிறேன். അതേപോലെ കർത്തൃദാസൻ പാസ്റ്റർ ജോസഫ് ചാക്കോ അവர்கள் ലൈവിൽ ഉണ്ടായിരുന്നു, പ്രത്യേക നന്ദി അറിയിക്കട്ടെ. അതുപോലെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന്റെ
ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ, എന്റെ അഡ്മിന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രത്യേക നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ഗ്രൂപ്പിൽ നിന്നും എന്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഇതിനൊക്കെ ഉപരിയായി ആരംഭം മുതൽ അവസാനം വരെ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന പ്രത്യേക മാന്യ പ്രേക്ഷകരോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. അതേപോലെ എന്റെ പ്രിയരെ, എന്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് ഈറോഡ് എന്ന യൂട്യൂബ് ചാനൽ, 2 ചാനൽ അത് സജീവമാണ്. തമിഴിലും മലയാളത്തിലും നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭ്യമാണ്. ആശ്വാസപ്രദമായ വചനം കേൾക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ എന്റെ പ്രിയരെ, അടുത്ത ആഴ്ചയിൽ പകൽ 4 മണിക്കായിരിക്കും വചന ശുശ്രൂഷ എന്നത് ഞാൻ അറിയിച്ചുകൊണ്ടും കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരുമിക്കാം, പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം, ശക്തിപ്പെടാം, പ്രത്യാശയിൽ നമുക്ക് വളരാം. ദൈവമക്കളെ, കർത്താവിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ ആഴ്ചയിൽ മുഴുവൻ നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തമായി മുന്നേറുമ്പോൾ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി മാറും. പ്രൈസ് ലോർഡ്. ദൈവമായി കർത്താവി വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.